നമസ്കാരം. നമ്മളുടെ കൂടെ ഇന്ന് ഉള്ളത് ചുഴി എന്ന ഷോർട്ട് ഫിലിമിലെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും എല്ലാമാണ്. ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ കൂടെ അതിന്റെ ഡയറക്ടർ സുമിയുണ്ട്. സുമി പ്രശാന്ത്. എഴുത്തുകാരിയും ഇപ്പോ 2 സിനിമയിലൊക്കെ സംവിധാനം ചെയ്ത് അങ്ങനെയൊക്കെ പ്രശസ്തയുടെ അവാർഡുകളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയൂ സിനിമയെക്കുറിച്ച്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ചുഴി എൻ്റെ മൂന്നാമത്തെ വർക്കാണ്. ഇത് 1 മണിക്കൂർ വരുന്ന ഒരു സിനിമയായിട്ടാണ് ഇപ്പം ഞങ്ങളിത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം വർക്ക് തുടങ്ങിയ സമയത്ത് ഇതൊരു 15 മിനിറ്റ് വരുന്ന ഒരു ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു. ഇത് ആദ്യം തൊട്ടേ ഞങ്ങൾക്ക് കുറച്ച് നെഗറ്റീവുകളൊക്കെ ഉണ്ടായി. ക്ലൈമറ്റ് പ്രശ്നം വന്നു, സമയത്തിൻ്റെ പ്രശ്നം വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഷെഡ്യൂളിൻ്റെ എണ്ണം കൂടിയപ്പോഴത്തേന് കഥയുടെ ലെങ്ത് കൂടി. അങ്ങനെ 1 മണിക്കൂറുള്ള ഒരു സിനിമയിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ 7 ദിവസം കൊണ്ടാണ് ചുഴി പൂർത്തിയാക്കിയത്. ചിത്രാഞ്ജലി ആയിരുന്നു മെയിൻ ലൊക്കേഷൻ. പിന്നെ അമ്മ വീടെന്ന് പറയുന്ന ഒരു തറവാട്, അത് രണ്ടുമായിരുന്നു ഞങ്ങളുടെ മെയിൻ ലൊക്കേഷൻ. പിന്നെ പറയുകയാണെങ്കിൽ ചുഴിയുടെ കഥ ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്ത് ക്ലീഷേ ആവാതെ എങ്ങനെ വ്യത്യസ്തമായിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. അതിൻ്റെ ക്ലൈമാക്സ് മാത്രം സെക്കൻഡ് ഷെഡ്യൂളിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി എഴുതി ചെയ്തത്. മൂന്നാമത്തെ ഷെഡ്യൂള് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തതായിരുന്നു. സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു മേഖലയാണല്ലോ. ഇത്ര നാളും എഴുത്തായിരുന്നു ഒരു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി ആ ഒരു കഥയുടെ ലോകത്ത് നിന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് മാറ്റം വന്നപ്പോൾ എന്ത് തോന്നി? അല്ലെ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട ഒരു മേഖലയാണ് ഈ ഒരു സിനിമ അല്ലെ ഷോർട്ട് ഫിലിം എന്നുള്ളൊരു ഇത്. ആ ഒരു മേഖലയിൽ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമാണ്. സാധാരണ നമ്മളൊരു കഥ എഴുതാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ കഥാപാത്രം ഞാനാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചായിരിക്കും ഞാൻ കഥ എഴുതുന്നത്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ആ ഒരു രീതിയിലായിരിക്കും കഥ എഴുതി പോകുന്നത്. പിന്നെ നമുക്ക് സമയമുണ്ട്. ഇപ്പം ഒരേ മൂഡിലിരുന്ന് എഴുതണമെന്നില്ല. നമുക്ക് മൂടി വരുമ്പോഴായിരിക്കും എഴുതി തുടങ്ങും. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയതിന് ശേഷം മറ്റുള്ള ആംഗിള്, ഇപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെ ആംഗിളിൽ നിന്ന് നമ്മൾ അവരെന്താണ് കാണുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നത്, ആ രീതിയിലാണ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഷോർട്ട് ഫിലിമിലേക്ക് വന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ ജഗദീഷ് ചേട്ടന് ഞാനിവിടെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിൽ. ഞങ്ങൾ ആദ്യം ഒരെണ്ണം ചെയ്തിരുന്നു. ഫസ്റ്റ് വർക്ക് അങ്ങനെയാണ്, സുമംഗലി ഭവാൻ എന്നാണ് പേര്. അത് ചെയ്തു വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടാണ് ഫീൽഡിലേക്ക് വരുന്നത്. ഡയറക്ഷൻ ആണേലും ഇപ്പോൾ തിരക്കഥ ഒരുപാട് പേര് എഴുതി എഴുതി തെളിഞ്ഞാണ് വരുന്നത്. ഞങ്ങൾ പക്ഷെ ചെയ്ത് പഠിക്കുവാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലുള്ള ഒരു ചെറിയ വർക്കാണ്. അത് ഒരു 20 മിനിറ്റുള്ള ഒരു വർക്കാണ്. ആ വർക്കിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നും അതിൻ്റെ ബിഹൈൻഡിൽ എന്തൊക്കെയാണെന്നും സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയാണെന്നും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആ ഒരു വർക്കിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം ഞങ്ങൾ രണ്ടാമതൊരു വർക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്തു. അതിനുശേഷം ഒരു സിനിമ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ അത്രത്തോളം ഇല്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും ആളുകൾ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. രാവും പകലും അതുപോലെ മഴ നനഞ്ഞ വെയിലുകൊണ്ടും അങ്ങനെ ഒരുപാട് ഒരു സിനിമയുടെ എഫേർട്ട് എടുത്താണ് ഞങ്ങൾ ചുഴി ചെയ്തത്. 7 ദിവസത്തെ ഷൂട്ടായിട്ട്. അതിന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഇത്രയും പേര് എനിക്ക് തന്ന ഒരു സപ്പോർട്ട്, ഞങ്ങളുടെ ഒരു ടീം, ഒരു കുടുംബം പോലെ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി. ഒരു മുഷിച്ചിലും ഇല്ലാതെ, എന്നോട് ആരും മുഷിഞ്ഞൊന്നും പറയാതെ എല്ലാവരും എൻ്റെ ആ ഒരു ഇതിന് അഡ്ജസ്റ്റ് ചെയ്തു വന്നു. നല്ലൊരു ടീമിനെ എനിക്ക് കിട്ടിയത് കൊണ്ട് വിചാരിച്ചതിൽ നിന്ന് നല്ലതായിട്ട് ചുഴി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹവും സന്തോഷമായിട്ട് തോന്നി എനിക്കത്. ടീമിലെ അംഗങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. മെയിൻ ക്യാരക്ടർ മുത്ത് ആയിട്ട് അഭിനയിച്ച നക്ഷത്രയാണ് നമ്മുടെ കൂടെയുണ്ട്. നക്ഷത്ര എത്രാമത്തെ സിനിമയാണിത്? ഇത് ഷോർട്ട് ഫിലിംസ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു മൂവിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആഡ്സും അതൊക്കെ ചെയ്തു. കാട്ടിലോട്ടുള്ള ഈ ഷൂട്ടൊക്കെ കുറച്ച് സമയം എടുത്തായിരുന്നു. ഇവിടെ അട്ട, പുഴു അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു. മഴയും കൂടെ ആയതുകൊണ്ട് അവിടെ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഷൂട്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു. രാത്രി കുറച്ച് ഷൂട്ടിലൊക്കെ അവിടെ കാറിൽ കിടക്കുന്ന ഒരു ഷൂട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ
ആ ഉറങ്ങുന്ന ആ സീനൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കമൊക്കെ വന്ന്. ഈ അട്ടയും പുഴുവൊക്കെ ഉള്ള സമയത്ത് കിടക്കാൻ പേടിയായിരുന്നു. എങ്കിൽ പോലും അഭിനയിക്കാൻ വേണ്ടി ഷൂട്ടിംഗ് ആയിട്ട് നല്ലതായിട്ട് താങ്ക്സ് പറയണം. കാരണം ഇപ്പം നമുക്ക് എല്ലാ അഭിപ്രായത്തിൽ കുട്ടികളുള്ളത് നമുക്കൊരു മടി തോന്നും. അയ്യോ ഞങ്ങൾക്കൊരു മടിയായിരുന്നു മോളെ ആ നിലത്ത് പുല്ലിൻ്റെ ഇടയിൽ അത് നനഞ്ഞു കിടക്കുവാണ് കിടത്താനൊക്കെ. പക്ഷേ പേരൻസ് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല, അവള് ചെയ്തോളും. അപ്പം മോക്കൊരു ഇല്ല ഉറക്കത്തിന്റെ ആ ഒരു ഇതും ഒരു നിർബന്ധം ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്ക് വയ്യ, മതി എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ പേരൻസിന്റെ ആ ഒരു സപ്പോർട്ടില് മോളങ്ങ് ചാർജായി. ഷോട്ട് പിന്നീടുള്ളതെല്ലാം ഷോട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പല ആംഗിളിൽ നിന്ന് എടുക്കണം. അപ്പോൾ ആ പൊസിഷൻ മാറാതെ അനങ്ങാതെ കിടക്കണം. അത് പേരൻസിന്റെ സപ്പോർട്ടൂടെ ഭയങ്കര വലുതായിരുന്നു അവരുടെ. തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ആ ഗാട്ടാ ഗുസ്തി എന്ന് പറഞ്ഞ ഒരു തമിഴ് തെലുങ്ക് മൂവി, അതിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ കുട്ടിക്കാലമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോർട്ട് ഫിലിംസ് ഒരെണ്ണം ഇതിനു മുമ്പ് ചെയ്തു. പിന്നെ ആഡ്സ്, ഒരു ആൽബം ചെയ്തായിരുന്നു. ഈ കാണുന്ന പോലെയല്ല, നമ്മളൊരു കഥാപാത്രം പറയുമ്പോൾ ഒരു ഷോട്ട് പറയുമ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് സംശയം വന്ന് ചോദിക്കും, ആൻറ്റി ഞാൻ അതെങ്ങനെ ചെയ്യേണ്ടി, കണ്ണെങ്ങനെയാ, നോട്ടം എങ്ങോട്ടാണ്, എന്തെങ്കിലും പറയണോ, സൗണ്ട് ഉണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വന്ന് ചോദിക്കും. ആ സമയത്ത് എന്താണ് വേണ്ടത്. കളിച്ച് ചിരിച്ച് ഇവരുടെ കൂടെ റീൽ എടുത്തോണ്ടിരിക്കും. ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ വന്നിട്ട് പെട്ടെന്ന് ഒരു പരകായ പ്രവേശം പോലെയാണ് ആള് കഥാപാത്രത്തിലോട്ട് മാറി കയറി വരുന്നത്. അത് ഞങ്ങൾക്കെല്ലാം ഒരു ഭയങ്കര അതിശയമായിരുന്നു. അപ്പം ഇപ്പൊ ഒന്നെങ്കിലാണേലും ഇടയ്ക്ക് പറയാ ക്യാമറ കണ്ണില് ആ ഒരു നമ്മൾ കാണുമ്പോ തന്നെ ആ ഒരു കറക്റ്റ് ആ ഒരു ഫിഗർ കിട്ടും. പിന്നെ നമുക്കത് ആ ഒരു ആംഗിൾ മാറ്റാൻ തോന്നത്തില്ല. പെട്ടെന്നാണ് കഥാപാത്രത്തിലോട്ട് ചേഞ്ച് ആയി വരുന്നത്. അഭിനയത്തിൽ നല്ല ഡയലോഗുകൾ വളരെ കുറവായിരുന്നു. അധികം ഡയലോഗുകളില്ല, മൊത്തം എക്സ്പ്രഷനായിരുന്നു. അത് നമ്മൾ ഭംഗിയായിട്ടാണ് ഭയങ്കരമായിട്ട് രസകരമായിട്ട് ബുദ്ധിമുട്ടത് അഭിനയിക്കുമ്പോൾ. പക്ഷെ അത് ഭയങ്കര രസകരമായിട്ടും ഭയങ്കര ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് പന്തളത്താണ് പേര്. പിന്നെ ഞാൻ എവറി ആർട്ടിസ്റ്റാണ്. പ്രോഗ്രാമിലൊക്കെ സ്കിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് കൂടിയാണ്. പിന്നെ ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് നമ്മുടെ സിബിചാട്ടനാണ്. നേരത്തെ പരിചയമുണ്ട്, സ്റ്റേജിൽ വെച്ച് അങ്ങനെ കണ്ട് പരിചയമുണ്ട്. പുള്ളി ആർട്ടിസ്റ്റായിരുന്നു ആണ്. അങ്ങനെ ഒരു ദിവസം തന്നെ വിളിച്ചു പോലെ ചുട്ടി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. നമ്മളത് വലിയ ആഗ്രഹമില്ല, സിനിമയിലൊക്കെ അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം, എൻ്റെ വലിയ സ്വപ്നമാണ്. കാരണം കാര്യം എന്ന് വെച്ചാൽ മണിച്ചേട്ടനെയും ദിലീപേട്ടനെയും ഒക്കെ നമ്മൾ വെളി കസേരയിൽ വലിയ ബിഗ് സ്ക്രീനിൽ കാണുന്നത് ആ സ്ക്രീനിലേക്ക് നമ്മളെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യം. അപ്പോൾ സെൻറ്റിയായിട്ടുള്ളതുകൊണ്ട് ഒരു ദേഷ്യമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പല മുഖങ്ങൾ സിനിമയിൽ കാണണം. എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം പുള്ളി എനിക്ക് ആദ്യം ആ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. ഇടയ്ക്ക് എന്തോ ഒരു തവണ സിരിച്ചേട്ടൻ വന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു ഇൻവിറ്റേഷൻ പോലെ പറഞ്ഞതല്ലാതെ ഞാൻ റോളിനെ പറ്റിയാണ് ഒന്നും പറഞ്ഞില്ല. സെറ്റിൽ കാണാമെന്നേ പറഞ്ഞത്. അപ്പം വിശ്വസിച്ച് ഞാൻ കൊടുത്തു, അത് മനോഹരമാക്കി തന്നു. ആ ഒരു അത് ഞങ്ങള് എനിക്ക് തോന്നുന്നു റിവ്യൂ ഷോയ്ക്ക് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത്. ഒത്തിരി റീടേക്ക് എടുത്തെങ്കിലും ആ ഒരു റോള് ഭദ്രമായിരുന്നു അതിന്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മെയിൻ റോളിലാണ് കാസ്റ്റ് ചെയ്തത്. അപ്പം പെട്ടെന്ന് നമുക്ക് മാറ്റാനും സമയമില്ല, എന്ത് ചെയ്യും, ഒരു ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ അത് ആ ഒരു റോള് ഭംഗിയായിട്ട് ചെയ്തു. സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. അങ്ങനെ ഡയലോഗ് ആണെങ്കിലും പറയുമ്പോൾ തെറ്റിയ പുള്ളി അങ്ങ് നിർത്തും. അപ്പൊ അവിടെ കട്ടുപോലെയാണ്. ഞാൻ പറഞ്ഞു തെറ്റിയാലും പറഞ്ഞോ, നമുക്ക് ഡബിങ്ങില് ഫേസ് മാസ്ക് അല്ലെ ഷോർട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ്. ഞാനിങ്ങനെ കൂടെ നിന്നിലും പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെയാണ് ഓരോ ഷോട്ടുകളും ചെയ്തത്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി എനിക്ക്. റീടേക്കുകൾ ഒരുപാട് വന്നെങ്കിലും ആ ഒരു ക്യാരക്ടർ നല്ലതായിട്ട് വന്നു. ഞാൻ അഞ്ചാമത്തെ ഷോർട്ട് ഫിലിമാണ്, സിനിമയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടർ ആദ്യം. പിന്നെ നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. ഞാൻ ഇതിനു മുമ്പ് സുമീലൂടെ വർക്ക് ചെയ്യുന്നത് ഗൗരി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമാണ്. അത് നിർഭാഗ്യവശാൽ റിലീസായില്ല. ഒരുപാട് നാൾക്ക് മുമ്പ്
സിനിമയിലും സീരിയലിലും ഒക്കെ കലാസംവിധാന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി പ്രവാസം, ഏകദേശം 8-9 വർഷം പ്രവാസ ജീവിതമായിരുന്നു. ആ സമയത്താണ് ടിക്ടോക്ക് ചെയ്ത് അഭിനയിക്കാൻ അതിന് മുമ്പേ മനസ്സിൽ ഭയങ്കര താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരിക്കലും നമ്മളൊരു ടെക്നീഷ്യനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളെ കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ ആർട്ടിസ്റ്റാണ്, ആൾറെഡി എനിക്ക് വരപ്പ് ആർട്ട് 4 വർഷം പഠിച്ച ഡിപ്ലോമ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർട്ടിലോട്ടാണ് പോയത്. പക്ഷെ പിന്നെ അത് എനിക്ക് അഭിനയത്തോടായിരുന്നു വീണ്ടും താല്പര്യം. അങ്ങനെയാണ് പിന്നെ ഗൾഫിൽ നിന്നപ്പോൾ ടിക്ടോക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പലരും നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടതാണ് നമ്മൾ തമ്മിൽ, ഞാനും സിബിയും തമ്മിൽ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത, ഞാനൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അമ്മാളുവിൻ്റെ പിറന്നാളെന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമുണ്ട്. അതിൻ്റെ അകത്ത് സിബി എൻ്റെ അളിയനായിട്ട് അഭിനയിക്കാൻ വന്ന് ആണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നത്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഈ 2 ഷോർട്ട് ഫിലിം ചെയ്തത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുഴി 2 തിയേറ്ററിലായിട്ട് 2 പ്രിവ്യൂ ഉണ്ടായിരുന്നു. ആദ്യത്തേത് ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ തിയേറ്ററിൽ കൈരളിയിലെ ശ്രീയിലായിരുന്നു. അപ്പോഴത് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ സിനിമ അഭിനയിച്ചതുപോലെ തന്നെ ഏകദേശം 1 മണിക്കൂറില്ലേ. അപ്പം ഉറപ്പായിട്ടും പിന്നെ ഷോർട്ട് ഫിലിം നമുക്ക് പറയാൻ പറ്റത്തില്ല, സിനിമ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതിനെ ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിലോട്ടാക്കി. അത്രയും നല്ല രീതിയിൽ എഫർട്ട് എടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണ്. നമ്മളെയൊക്കെ രാത്രിയും പകലും ഒക്കെ ആ കാട്ടിലൊക്കെ ഇട്ട് ഓടിച്ച് ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ പറയുന്ന പാവമെന്നാണ്. പാവമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് ചീത്തയല്ല വഴക്ക് പറയും. എന്താ ചേട്ടാ നിങ്ങൾ സമയത്തെത്താതെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും എല്ലാവരും ഇത് കണ്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് നല്ലൊരു ശ്രദ്ധ നേടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എൻ്റെ പേര് സിബി, പത്തനംതിട്ടയാണ് സ്വദേശം. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്. സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ മിമിക്രിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, നാടകമൊക്കെ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഗൾഫിൽ പോയി, പ്രവാസിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് അവധിക്ക് ഒരു 100 ദിവസം അവധിക്ക് വന്നിരുന്നു. 3.5 വർഷം ഗൾഫിലായിരുന്നു. അപ്പം ഇടയ്ക്ക് അവധിക്ക് വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു, വെള്ളരിപ്പട്ടണം സിനിമയിൽ. പക്ഷേ സൂക്ഷിച്ച് നോക്കണം എന്നെ കാണുമെങ്കിൽ. അതിൻ്റെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷൻ ചെന്ന് അപ്പം 2 പാർട്ടിയുടെ തമ്മിലുള്ള ഇതാണല്ലോ, മഞ്ജുവാര്യർ, പിന്നെ മനസ്സിലായല്ലോ, മഞ്ജുവാര്യർ സൗബിൻ സാഗറിലെ സിനിമ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് മാവേലിക്കരയായിരുന്നു. അപ്പോൾ നമുക്ക് പോയി വരാൻ സൗകര്യമുള്ള അങ്ങനെ ഒരു അന്വേഷിച്ചത്. അപ്പോൾ അങ്ങനെ ഓഡീഷൻ ചെന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്തു എന്നെ. അപ്പോൾ വൈകിട്ട് എനിക്ക് അയച്ചു തന്നു 4 LDP പ്രവർത്തകരിൽ ഒരാൾ ചേട്ടനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനും സന്ദർശിച്ചു സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കോസ്റ്റ്യൂം നമ്മൾ കൊണ്ടുവരണ്ട മുണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ എന്തോ ഏറ്റവും ക്രൗഡാണ്, ഏറ്റവും ബാക്കിൽ പോയി നിൽക്കുകയാണ്. ചുവന്നോടിയൊക്കെ പിടിച്ച് നിന്ന് തൊപ്പിയൊക്കെ വെച്ച് എങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു. സിനിമ വന്നപ്പോഴത്തേക്ക് എന്നെ കാണാനേ ഇല്ല. ഞാൻ പിന്നെ അത് OTT അങ്ങനെ വന്നപ്പോൾ മൊബൈലിൽ കണ്ടപ്പോൾ അവിടെ പോസ്റ്റ് ചെയ്ത് ഞാൻ എടുത്ത് എന്നെ കാണിച്ചു. അല്ല, അതാണ് അതിനൊരു അഭിനയത്തിൽ തുടക്കം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം എന്നോട് ഈ ചുഴിയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് എന്നോട് സുമി പറഞ്ഞത് എന്നെ ചേട്ടാ കുറേ വികാരങ്ങൾ മുഖത്ത് വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്ത് ദൈവമേ, തകർന്നു. സന്തോഷം വരണം, സങ്കടം വരണം, പിന്നെ ദേഷ്യം വരണം, പിന്നെ ഭയങ്കര സൈക്കോ ആയിട്ടുള്ളൊരു അത് അങ്ങനെ പറഞ്ഞു. ഞാനും ഞെട്ടിപ്പോയി. ഇതൊക്കെ എങ്ങനെ കാണിക്കും? വലിയായിട്ടൊന്നും കാണിക്കേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് തോന്നുന്നത്. നേരം വെളുക്കുന്നേരം വരെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. വെളുക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ ആയിരിക്കും വിളിച്ചിടത്തി അടുത്ത ഷോട്ട് ചേട്ടൻ്റെയാണ്. അപ്പം ചാടി എണ്ണിച്ച് വരും. അവസാനം സുമി വടിയൊക്കെ എടുക്കേണ്ടി വന്നു. അടുത്ത തവണ ഇനിയും നന്നായില്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ടേക്ക് വരും മനുഷ്യനായിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. നമുക്കൊന്നും അധികം ടേക്കും തന്നില്ല. ഇവരെല്ലാം വർക്ക്ഷോപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. കഥ എന്താണെന്ന് ഏകദേശം അവർക്കൊക്കെ ഒരു ഊഹം കിട്ടി, എന്താണ് സംഭവം. പക്ഷെ അഭിലാഷേട്ടനെ പെട്ടെന്നുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് സിബി ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ, പുള്ളി ആരെയും കണ്ടിട്ടില്ല,
എന്താണ് റോളെന്ന് ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പം വന്ന് ഡയറക്റ്റ് വന്ന് അങ്ങ് കയറുമായിരുന്നു, അഭിനയിക്കാനായിട്ട് കയറുമായിരുന്നു. വന്ന് കയറി കഴിയുമ്പോഴത്തേന് പുള്ളി ഒരു വെപ്രാളം, ഞാൻ പറയുന്നത് ശരിയാകുമോ, അത് തെറ്റുമോ, ഡയലോഗ് തെറ്റുമോ, എക്സ്പ്രഷനും വരണം ഡയലോഗും പറയണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് പുള്ളിക്ക് ഒരു ചലഞ്ച്. അല്ലാതെ വേറെ സംഭവമുണ്ട്. എന്നോട് പറഞ്ഞത് ഡയലോഗ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് ചോദിക്കുന്നതിനൊക്കെ മറുപടി ആഹാ ഓഹോ ആ ഇതൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞ്. പക്ഷെ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കുറച്ച് ഡയലോഗ് അയച്ചു തന്നാൽ ഇതെല്ലാം പറയണമെന്ന് പറഞ്ഞു. എന്റെ മുമ്പിലത്തെ വർക്കില് ഗൗരിയില് വർക്ക് ചെയ്തപ്പോഴും ഒരു നെഗറ്റീവ് റോളാണ് ചെയ്തത്. അപ്പൊ നെഗറ്റീവ് തന്നെ കേൾക്കുമ്പോൾ മനസ്സ് പഠിച്ച് വരണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആർക്കും ഒരു ടെൻഷൻ കൊടുക്കാതെ ഫ്രീ ആയിട്ട് വന്നാൽ മതി. അന്നേരം കിട്ടുന്ന രീതിയിൽ, അന്നേരം ഒരു ഡയലോഗ് കിട്ടുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിരുന്നു പറഞ്ഞു. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ഒരു ഷൂട്ടിങ്ങിന്റെ സീരിയസ്നെസ് അങ്ങ് പോയി. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയി. അപ്പൊ എനിക്ക് ടെൻഷൻ കൂടി. പെട്ടെന്ന് ഇവര് ഏത് നോർമൽ ഇതിൽ നിന്ന് അവര് ദേഷ്യത്തിലോട്ടും അല്ല ടെൻഷനിലോട്ടും പേടിയിലോട്ടും ഒക്കെ മാറുമ്പോഴത്തേക്കിന് അത് മാറി വരുമോ, ആ ഫേസ് മാറി വരുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ലായിരുന്നു. നമ്മള് ട്രയൽ ഇപ്പൊ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു ട്രയൽ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഇടയ്ക്ക് പക്ഷെ അഭിലാഷത്തിന് മാത്രമാണ് ഒരുപാട് പെട്ട വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഇത് ഉമേഷ്. ഞങ്ങൾ ഒരുമിച്ചാണ് ക്യാമറ ചെയ്തത് ചുഴിയുടെ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സുമിയായിട്ട് നമ്മൾ മൂന്നാമത്തെ വർക്കല്ലേ? ഉമേഷ് രണ്ടാമത്തെ. ആദ്യത്തെ വർക്കിൽ ഞാനും അസിസ്റ്റൻറ്റ് ക്യാമറമാനായിരുന്നു. പിന്നെ അപ്പം സുമിയെ നമുക്കറിയാം, സുമിയുടെ ഒരു വർക്കിംഗ് നേച്ചർ എല്ലാം അറിയാം. പിന്നെ ഷെഡ്യൂള് ഇച്ചിരി ടൈറ്റായിരുന്നു. നമ്മുടെ ഷെഡ്യൂൾ ഇത്തിരി ടൈറ്റായിരുന്നു. അപ്പം സുമിക്ക് ഉണ്ടായിരുന്ന ആ സെയിം ടെൻഷനായിരുന്നു. ഇപ്പം എങ്ങനെ ഈ ക്രൂവിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത്. ഇത്രയും ദിവസം ഇപ്പം രാത്രി 7 മണിയായി, 8 മണിയായി, 9 മണിയായി, 12 മണിയായി, 4 മണിയായി, വെളുപ്പാങ്കാലമായി. ഉമേഷ് ഉള്ളതുകൊണ്ട് വർക്ക് തള്ളി പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫാവും. എന്നിട്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയി ഇങ്ങനെ നിൽക്കുമ്പോൾ സുഖം മറ്റേ ഷോട്ട് എടുക്കണ്ടേ, ഏത് ഷോട്ട്? അപ്പോൾ ഉമേഷ് മറ്റേ ഷോട്ട് അവിടെ ലൈറ്റ് വയ്ക്കും, ഇവിടെ ലൈറ്റ് വയ്ക്കും, എല്ലാം റെഡിയാക്കി ഉമേഷ് റെഡിയായി നിൽക്കും. കാര്യം ഉമേഷ് പെട്ടെന്ന് പോയി ഉറങ്ങണം വർക്ക് കഴിഞ്ഞിട്ട്. ഏകദേശമൊക്കെ അതുപോലെയൊക്കെ ആയിരുന്നു. മേക്കപ്പ് കണ്ട് ഇപ്പോൾ വെറുതെ ഉറക്കം തൂങ്ങി ആ കാട്ടിൽ ചിത്രാഞ്ജലിയിൽ ഇപ്പോൾ ലൈറ്റിന് മൊത്തത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാം സഹായിച്ചു. ഇപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊന്ന് ലൈറ്റ് നീക്കി വെച്ച് തരാനൊക്കെ അവരൊക്കെ ഹെൽപ്പിങ് ആയിരുന്നു അവരൊക്കെ. അപ്പോൾ ഈ രാത്രി ഇങ്ങനെ നിന്നിട്ട് ഓക്കെ ശരി നമുക്ക് അടുത്ത ഷോട്ട് വെക്കാമെന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും പുള്ളിക്കാർ മേക്കപ്പ് ഇട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്ക് പോയി 1 മണിക്കൂറത്തെ പരിപാടി ക്ലോസ് ആയി. അങ്ങനെയൊക്കെ ആയിരുന്നു. രസമായിരുന്നു. ഇവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് ഇപ്പൊ കാട് ഒക്കെ കുറെ വെട്ടി കളഞ്ഞവര്. പക്ഷെ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ ചെല്ലുമ്പോൾ ഭയങ്കര കാടായിരുന്നു. തനി ഒരു കാടിനകത്ത് ഇങ്ങനെ പെട്ടു പോകുന്ന അതേ അവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീന് രാത്രി ഒരു 7 മണിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പക്ഷെ അത് മഴ കാരണം ഞങ്ങൾക്കത് നീണ്ടുപോയി, സമയം നീണ്ടുപോയി. രാത്രി ഒരു 10:30 ചെല്ലും, 12 മണിയൊക്കെ ആവാറായ സമയത്താണ് നമ്മളത് മുത്തിനെ ആ കാട്ടിനകത്തുനിന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു സീനായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ ഞാനും ഗതിഷേട്ടനൊക്കെ പോയപ്പോ ഞങ്ങൾക്ക് പറഞ്ഞു ഒരുപാട് പാമ്പുള്ള ഒരു സ്ഥലമാണ്, സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ. അതൊന്നും അറിയത്തില്ല. പക്ഷെ ഇതൊന്നും നമ്മളുടെ പറഞ്ഞില്ല കേട്ടോ. അതാണ് അത് പറയാനുള്ള പേടിച്ച് പോയി ഞങ്ങള് കണ്ടു, പാമ്പിനെ കണ്ടു. അപ്പൊ അവരും പറഞ്ഞു സ്റ്റുഡിയോക്കകത്തൊക്കെ പാമ്പ് വരാറുണ്ട്, അത്രയ്ക്കും വിഷം ഉള്ളതും ഇല്ലാത്തതും അപ്പൊ അത് രാത്രി 12 മണിക്കും ഒക്കെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കുകയല്ലല്ലോ. നമ്മുടെ ഈ ലൈറ്റിന്റെ കേബിള് കാര്യങ്ങളെല്ലാം ഇതിവിടെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മഴ, ക്ലൈമറ്റ്, ചെന്നെടുക്കുന്ന കേബിളാണോ പാമ്പാണോ അട്ടയാണോ എന്നൊന്നും അറിയാൻ വയ്യ. മനസ്സിലായില്ലേ? എന്നിട്ടാണൊന്നും പറയാം. വിഷമം തോന്നിയെന്ന് വെച്ചാൽ മോളെ അവിടെ കിടത്തണം. അത് ഒന്നാമത് കുഞ്ഞാണ്. നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ ആദ്യം അവിടെ പോയി നോക്കി അവിടുത്തെ ഒരു ചുറ്റുപാട് മൊത്തത്തിൽ ഒന്ന് കമ്പ്യൂട്ടറൊക്കെ ഫുള്ള് അടിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുന്നുകളുണ്ടോയെന്നൊക്കെ നോക്കി. അത് മാത്രമല്ലല്ലോ, ചെറിയ ചെറിയ പ്രാണികളും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരുപാട് മോളും അഡ്ജസ്റ്റ് ചെയ്തു. മഴയും അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ഒരു കാറ്, നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറ്, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു.
ബാറ്ററി ഓണാക്കിയിട്ട് എന്തോ ഡൗൺ ആയി, അതിൻ്റെ പിറകെ കുറേ പ്രശ്നങ്ങൾ പോയി. എനിക്ക് തോന്നുന്നു ജനറേറ്ററിൽ എന്തൊക്കെയോ അങ്ങനെ ഒരുപാട് ചലഞ്ച് ആയിരുന്നു. ഇല്ല ഹൊറർ നമ്മൾ ആക്ച്വലി 2 ചെയ്തിട്ടുള്ളൂ. ഷോർട്ട് ഫിലിമായിട്ട് 2 ചെയ്തിട്ടുള്ളൂ. അതിൽ ഗൗരി നമ്മുടെ ആദ്യത്തെ വർക്കും അതും ഹൊററായിരുന്നു. അതും ചെറിയൊരു അപ്പോൾ അതല്ലാതെ അങ്ങനെയാണെങ്കിൽ 3 ചെയ്തിട്ടുണ്ട്. അത് ഒരു കാവും, അത് ആദ്യത്തേന്ന് കുറച്ചുകൂടെ ഇത് ഒരു ആ. കാവും മുളം കാടും പൊതുവേ കാടും ഇരുട്ടും പാമ്പുമാണ് മെയിൻ. ഇപ്പോൾ സുമിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പം ഓക്കെ ഹൊററാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് പോവാം, എല്ലാവരും ഒക്കെ ആണെങ്കിലും പോവാം. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഹൊററിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എല്ലാവർക്കും അത് ആക്ച്വലി ഹൊറർ ആക്ച്വലി ചലഞ്ചിങ് ആണ്. നമ്മൾ ലൈറ്റിങ്ങിലായാലും കുറേയൊക്കെ BGM എങ്കിലും നമ്മൾ ഒത്തിരി ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്യേണ്ട. മറ്റേ ഹൊറർ ഫിലിമിന്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് അതിന്റെ സൗണ്ട്, ക്യാമറയുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഉണ്ട് ലൈറ്റിങ്ങിൻ്റെയും. പെട്ടെന്ന് ഒരാൾ കയറി ഇല്ലാത്ത സീനിൽ ഒരാൾ കയറി വരും. ഇപ്പൊ അതെ. കുട്ടിയെ തന്നെ ഒരുപാട് തവണ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയത്. അത് ലൈവായിട്ട് ഈ കുട്ടി എന്ന് വെച്ചാൽ കഥ പറയണ്ട, പിന്നെ അല്ലാത്ത ആൾക്കാർ ക്യാരക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്ന സീൻ ഒരുപാടൊക്കെ ഉണ്ട്. അതെ അതും നമുക്ക് ഹൊറർ ഒരു എഫക്റ്റ് വരുന്നതായിരിക്കും. അതെ അതിലും ആ ലൈറ്റ് അതൊക്കെ ഷോർട്ട് ഡിവിഷനിൽ വരുന്നതാണ്. അതൊക്കെ സുമി തന്നെ പ്ലാൻ ചെയ്ത് ആ ഒരു സ്കെയറി ആയിട്ടുള്ളൊരു എൻട്രിയും കാര്യങ്ങളും. പിന്നെ ഹൊററിൻ്റെ കാര്യം വരുമ്പോൾ സൈലൻസും ആക്ച്വലി ടെറിഫയിങ് ആണ്. സൈലൻസും അവിടെ പേടിയുണ്ടാക്കും, അതുപോലെ തന്നെ മ്യൂസിക്കും പേടിയുണ്ടാക്കും. അപ്പം ഈ ഷോട്ടുകൾ പ്ലാൻ ചെയ്തതിലായാലും സീനിൻ്റെ ഓർഡർ പ്ലാൻ ചെയ്തതായാലും അതിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ എഫേർട്ട്, സുമിയുടെ തന്നെ എഫേർട്ട്. സുമി പ്രീ പ്രൊഡക്ഷനിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. മറ്റേ 3 വർക്കിനെ അപേക്ഷിച്ച് ഇത് കുറേ കൂടെ ഇതായിരുന്നു. സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാണ് ആരെങ്കിലും ഗുരുവായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു. എൻ്റെ പേര് വിദ്യ. ഞാൻ മറ്റേ സീരിയലൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം സി കേരളയിൽ കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൂര്യ ടി വിയിൽ ചട്ടമ്പി പാറു. പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഇതുപോലെ ഷോർട്ട് ഫിലിംസാണ്. ഒരു ചാനലുണ്ട് ചിമ്മിനി സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ കൂടുതലും വെബ് സീരീസൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതിൽ ചുഴിയിൽ വന്നതും ഫസ്റ്റ് അരുൺ ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോഴും എൻ്റെ മൈൻഡിൽ എന്താണ് നോർമൽ നമ്മൾ ചെയ്യുന്നൊരു വർക്ക് അത്രേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ഷോർട്ട് ഫിലിം അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ ഒരാൾ വിളിക്കും, അപ്പം നീ ഒന്ന് സംസാരിച്ചാൽ മതി, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി. അങ്ങനെ ഷൂട്ട് ഡേ ചിത്രാഞ്ജലിയാണ് ഫസ്റ്റ് ഡേ. നല്ല പെരുമഴ. അങ്ങനെ ചെന്നപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. എനിക്ക് ആരും അറിഞ്ഞൂടാ. ഡയറക്ടർ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല. അവിടെ സുമി എന്ന് പറഞ്ഞൊരാൾ. അപ്പോൾ ഈ ചേട്ടനെ പറഞ്ഞു, അവൻ ചേട്ടാ എനിക്ക് ആരും അറിയത്തില്ല, ആൾക്കാരൊക്കെ എങ്ങനെയാണ്, കാരണം ജാടയാണോ വേറെ എനിക്കൊന്നും അറിയില്ല. എൻ്റെ ലൈഫിലാദ്യമായിട്ട് ഞാൻ ഒരു വുമൺ ലേഡി ഡയറക്റ്റ് ചെയ്യുന്ന ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോഴത്തേക്കും എങ്ങനെയാണോന്നും എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ ചേച്ചീന്ന് വിളിക്കണോ ഇനി മാഡം എന്ന് വിളിക്കണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ സീരിയലിലൊക്കെ ഡയറക്ടേഴ്സിനെ സാറെന്നൊക്കെ അല്ലേ വിളിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അങ്ങോട്ട് എന്ത് സംശയം എന്നറിയില്ല. ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഞാനാണ് സുമിയാണൊക്കെ പറഞ്ഞ് എൻ്റെ പരിചയപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ ഞാൻ വെച്ചാൽ മാഡം ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം ചേച്ചീന്ന് വിളിക്കാനേ തോന്നുന്നുള്ളൂ. അതുമാതിരിയാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ആയപ്പോൾ എല്ലാവരും വന്ന് പരിചയപ്പെട്ട് ഭയങ്കര ഒരു ഫാമിലി പോലെ ഭയങ്കര നല്ല കമ്പനിയായി. അന്ന് ഫുൾ ഡേ ഉറക്കമില്ലാതെ അതിൽ ചെറിയ ഷോട്ടിലൊക്കെ കാണാം ഞാൻ നടുക്കിരുന്ന് ഉറങ്ങുന്നു, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് കാരണത്തിരിക്കുന്നവർ സംസാരിക്കുന്നുണ്ട്, ഡയലോഗ്സാണ്. പക്ഷേ ഒറിജിനലി ഞാൻ ഉറങ്ങുകയാണ് നടുക്ക്. പക്ഷെ അതിൽ കാണാം മേക്കപ്പ് പോലും ഒന്നും, കാരണം ഉറക്കത്തിൽ ഒന്നുമില്ല, കണ്ടാലേ മനസ്സിലാവും ഉറങ്ങി വീണ് കിടക്കുകയാണെന്ന്. നമുക്ക് തിയേറ്ററിൽ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിന് സുമി ചേച്ചിയുടെ ഭയങ്കര താങ്ക്സ് പറയണം. കാരണം എൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് അവരൊക്കെ ഭയങ്കര ഒരു ഇതായി, കാരണം മോൾ ഇങ്ങനെ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു നേഴ്സായിട്ട്, ഗെറ്റ്സ് ഇറ്റ് ബേബി എന്നുണ്ട്, ഉണ്ണി മുകുന്ദൻ്റെ. പക്ഷെ അത് ഒരു ചെറിയൊരു സീനായിരുന്നു തിയേറ്ററിൽ കാണിച്ചത്. പക്ഷേ രണ്ടാമത് ഇങ്ങനൊരു സംഭവം അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഫാമിലിയും കൂടി കാണാൻ പറ്റി, അവർക്കും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒരു സംഭവം. ഹലോ, എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ക്യാമറയുടെ ഫ്രണ്ടിൽ എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ്. ഫസ്റ്റ് കേരള പോലീസിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആൽബത്തിൽ നായകൻ്റെ ചെറുപ്പമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സുമി ആൻ്റിയോട് താങ്ക്സ്. ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കുമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. അപ്പൂപ്പനാണ്. എങ്ങനെയാണ് സിനിമയിൽ സജീവമാകാനാണ് താല്പര്യമാണോ? താല്പര്യമുണ്ട്. പിന്നെ ഡയലോഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിക്കാൻ കുറച്ച് പാട് കിട്ടും. എളുപ്പമാണ്, ഡയലോഗ് എളുപ്പമാണ്, പക്ഷേ എനിക്കിത്തിരി പറയാൻ പാടായിരുന്നു. അതിൽ പഠിച്ചെടുത്തു. വർക്ക്ഷോപ്പിൽ വന്ന സമയത്ത് മോൻ്റെ ഒരു
ഒരു ആക്ഷൻ ശ്രദ്ധിച്ചത്, അതായത് മുഖത്തിൻ്റെ ഭാവ വ്യത്യാസം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് മുഖത്തിലൊരു സീരിയസ് ആയിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലൊരു നോട്ടം നോക്കും. അത് അടിപൊളിയായിരുന്നു കേട്ടോ വിമാൻ. അതിനെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, ചെയ്ത ആ സീനാണ്. അതെല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ഞാനത് നല്ലപോലെ ശ്രദ്ധിച്ചത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ പേര് അരുൺലാൽ എന്നാണ്. ഷോർട്ട് ഫിലിം കുറച്ചധികം ചെയ്തിട്ടുണ്ട്, 10-30 അതിന് മേളിൽ. പിന്നെ പരസ്യം കേരള ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മനോരമ മാക്സിന് വേണ്ടിയിട്ട് ഒരു OTT കിടിലം പാറു എന്ന് പറയും, അത് റിലീസായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെ ചുഴിയിലോട്ട് വന്നത് ചേച്ചി വിളിച്ചിട്ടാണ്. ചേച്ചിക്ക് എന്നെ അറിയാം, വിശ്വാസത്തിൽ വിളിച്ച്. ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. ഞാൻ ഏത് ലൊക്കേഷനിൽ പോലും എൻ്റെ വൈബിലോട്ട് ആൾക്കാരാക്കാൻ ശ്രമിക്കും. കാരണം അരുണിൻ്റെ നിന്നാണ് ആക്ച്വലി ഞാനൊരു കാര്യം പഠിച്ചത്. അതായത് നമ്മൾ എവിടെ പോയാലും നമുക്കുള്ള ഫുഡ് കരുതിക്കോണം. കാര്യം എപ്പോഴാണ് ഷോട്ട് വരുന്നത്, എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ചുഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കഴിക്കുന്നത് ലേറ്റായിട്ടായിരിക്കും. നമ്മുടെ ആ ഷോട്ടിലുള്ള ആളും സുമിയും ജഗദീഷ് ചേട്ടനും നമ്മളും കഴിക്കുന്നത് ലേറ്റായിട്ടായിരിക്കും. അപ്പം നമ്മൾ വിശന്നിട്ടായിരിക്കും നിൽക്കണേ. അപ്പം ഉമേഷ് പറയും എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് ഉമേഷ് അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ആരും പഴമോ ഇവനെപ്പോഴും പഴം തീറ്റിയുള്ളതാ, വേറൊരു പഴമെങ്കിലും മേടിച്ച് കഴിക്കും. അതിനുശേഷം നമ്മൾ പൊതുവെ സെറ്റിൽ പോകുമ്പം ഒരു കിലോ പഴം മേടിച്ച് കയ്യിൽ വെച്ചേക്കും. അത് അരുണിനെ ഓർത്തിട്ട് എപ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പഴം എപ്പോഴും വേണം. പക്ഷേ അതാണ് ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പഴമാണ്. ഒരു കവർ മേടിച്ച് കാറിലിട്ടേക്ക് ഒരെണ്ണം പോക്കറ്റിട്ടേക്ക്. പിന്നെ അരുണിൻ്റെ എന്ന് വെച്ചാൽ കണ്ടുപഠിക്കേണ്ട ഒരു ആൾ തന്നെയാണ്. ഇത് പഴത്തിൻ്റെ കാര്യമല്ല പറഞ്ഞ്, അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അതായത് ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അരുണ് കയ്യിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ആ സീന് അത് ഭംഗിയാക്കും. ഞാൻ അല്ല ഇപ്പം നടന്നു പോകുന്നു എന്ന് സുമി പറഞ്ഞു, അങ്ങോട്ട് നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞാൽ ആ നടന്നു പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഇടും. ഡയലോഗ് ഇല്ലെങ്കിൽ തന്നെ കാലിങ്ങനെ തട്ടുന്നതോ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് അതൊരു നാച്ചുറൽ ആക്കാൻ ശ്രമിക്കും. അത് വളരെ നന്നായിട്ട്, അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഞാനൊക്കെ ആണെങ്കിൽ ചെയ്ത സമയത്തും അതായത് ഇന്ന് തന്നെ പറയണം എന്ന് പറയാതിരുന്നാൽ മതി. ഒരു അരുണൊരു സിറ്റുവേഷൻ കൊടുക്കുകയാണെങ്കിൽ കൈ നിന്നിട്ട് ഡയലോഗ് ഇട്ട് പറഞ്ഞോളൂ. ഒരു ഔട്ട്ലൈൻ ഡയലോഗ് കൊടുത്താൽ മതി, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുത്താൽ ബാക്കി പുള്ളി കൈ നിന്നിട്ട് പറഞ്ഞോളൂ. പിന്നെ ഡബ്ബിങ്ങിൽ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഡബ്ബിങ്ങിൽ കറക്റ്റ് ആക്കിക്കോളും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കുറെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് അവാർഡ് ഞങ്ങൾ ഒരുപാട് നാഷണൽ ലെവലിലാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിലാണെങ്കിലും ഇപ്പം 10 അവാർഡുകൾ ചുരുക്കി സ്വന്തമാക്കാൻ കഴിയും. അത് വലിയൊരു എന്താ പറയാ, ഈ ഒരു നേട്ടമാണ്. ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ ഇത്രയും അവാർഡുകളുമായിട്ടാണ് ആളുകളുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അത് വലിയൊരു നേട്ടമായിട്ട് തോന്നുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഓരോന്നിനും അപ്ലൈ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഓരോ അടുത്തുനിന്നും മെയിൽ വരുമ്പോഴും ഞാൻ അന്നേരം ഇവർക്ക് ഇട്ട് കൊടുക്കും. കാരണം ഇവർ ചെയ്തത് വെറുതെ ആയില്ല, ഇവർക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. വെറുതെ ആയില്ല, 10 പേരുടെ മുന്നിൽ അഭിമാനത്തോടെ ചെന്ന് നിൽക്കാനുള്ള ആ ഒരു നേട്ടം ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത് ചുഴി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ അണിയറ പ്രവർത്തകരാണ്. ചുഴി നമ്മളിലേക്ക് ഓഗസ്റ്റിൽ തന്നെ എത്തും. മിറാക്കിൾ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമുക്കത് കാണാം. ടീമിന് എല്ലാവിധ ആശംസകളും.